2025 ഒക്ടോബർ 11 മലയാള മനോരമയിൽ ആ വാർത്ത വന്നത്. ഒന്നാം പേജിലെ ഒന്നാം വാർത്ത മാത്രമല്ല, ആ പേജിൽ മറ്റൊരു വാർത്തയേ ഇല്ല. എല്ലാ വാർത്തകളും ഈ ഒരൊറ്റ വാർത്തയുടെ ഉപവാർത്തകൾ ആണ്. അത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് മലയാള മനോരമ വാർത്ത നൽകിയിരിക്കുന്നത്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ മകന് 2023 ED സമൻസ്. ഇതാണ് ഒന്നാം തലക്കെട്ട്. ഇനി ഉപതലക്കെട്ടുകളുണ്ട്. അതിങ്ങനെയാണ്: സമൻസ് അയച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണത്തിന് ഇടെ, ഹാജരായില്ല, തുടർ നടപടിയുടെ വിവരങ്ങൾ ലഭ്യമല്ല. എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത് വിവേക് ഹാജരാകാൻ ആവശ്യപ്പെട്ട ദിവസം. എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത് വിവേക് ഹാജരാകാൻ ആവശ്യപ്പെട്ട ദിവസം. ആരാണ് വിവേക്? പിണറായി വിജയന്റെ മകനാണ്. അതോടൊപ്പം തന്നെ എന്താണ് ലൈഫ് മിഷൻ പദ്ധതി കേസ് എന്ന ഉപവാർത്തയുണ്ട്. സൺ ഓഫ് പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്തയുണ്ട്. ആ വാർത്തയുടെ ആദ്യ പേജിൽ പറയുന്നത് ഇങ്ങനെയാണ്: നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്തിയ ED അതിന്റെ ഭാഗമായാണ് സമൻസ് അയച്ചതെന്നാണ് വിവരം. അന്നത്തെ ED കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ PK ആനന്ദാണ് സമൻസ് അയച്ചത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനായിരുന്നു സമൻസ്. എന്നാൽ വിവേക് ഹാജരായില്ല. അതേ ഓഫീസിൽ 3 ദിവസം നീണ്ട ചോദ്യം ചെയ്യലൊടുവിൽ അന്നു രാത്രിയിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ED അറസ്റ്റ് ചെയ്തത്. ഇതാണ് വാർത്ത. അങ്ങനെയാണ് വാർത്ത പോകുന്നത്. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. ഇപ്പോൾ ഇന്ന് ഇതാ മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട്. സമൻസ് അയച്ചിരുന്നു എന്നത് ശരിയാണ്. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെ സമൻസ് അയച്ചിരുന്നു ED. പക്ഷേ മലയാള മനോരമ പറഞ്ഞ കേസിലല്ല. ആ കേസ് SNC ലാവ്ലിൻ കേസിലാണ്. SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിലാണ് ഉള്ളത്. വിവിധ കോടതികളിൽ നിൽക്കുന്ന സമയത്താണ് ED കേസ് രജിസ്റ്റർ ചെയ്ത് വിവേക് കിരണിനെ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് സമൻസ് അയക്കുന്നത്. അത് എന്തിനു അയച്ചു എന്നത് മറ്റൊരു ചോദ്യം. അത് അവിടെ നിൽക്കട്ടെ. കാരണം വിചാരണ കോടതി തന്നെ പിണറായി വിജയൻ കുറ്റക്കാരനല്ല എന്ന് പറയുന്നു SNC ലാവ്ലിൻ കേസിൽ. അതിനുശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നു CBI. ഹൈക്കോടതിയും വിചാരണ കോടതിയുടെ CBI കോടതിയുടെ നിലപാട് അംഗീകരിക്കുന്നു. ഹൈക്കോടതിയുടെ വിധിക്ക് എതിരെയാണ് CBI സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷെ കേസ് എടുക്കാൻ സുപ്രീം കോടതിയിൽ CBI അനുവദിക്കുന്നില്ല. എല്ലാ ദിവസവും പല കാരണങ്ങളും പറഞ്ഞ് CBI കേസ് നീട്ടിവെപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് എന്തിന് എന്ന ചോദ്യവുമുണ്ട്. സുപ്രീം കോടതി കേസ് പരിഗണിച്ചാൽ പിണറായിയെ കുറ്റവിമുക്തനാക്കും സമ്പൂർണമായി എന്ന കാര്യത്തിൽ സംശയം CBIക്കില്ല. അതുകൊണ്ടാണ് CBI കേസ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത്. അതല്ലെങ്കിൽ CBI നേരത്തെ കേസെടുത്ത് തീരുമാനമാക്കാമായിരുന്നു. അതല്ലെങ്കിൽ CBIക്ക് കേസ് വേഗത്തിൽ പരിഗണിക്കണം, നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാമായിരുന്നു. കോടതി അത്തരമൊരു ആവശ്യം ഉന്നയിക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം പിണറായി വിജയൻ ഈ കേസിൽ ഇപ്പോൾ നിലവിൽ പ്രതി പോലുമല്ല. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് മകനെതിരെ ED കേസ് രജിസ്റ്റർ ചെയ്ത് ഇത്തരമൊരു സമൻസ് അയക്കുന്നത്. അത് എന്തിന് എന്ന ചോദ്യം സ്വാഭാവികമായും കോടതി കുറ്റവിമുക്തനാക്കിയ ഒരാളുടെ മകന് അതേ കേസിൽ എങ്ങനെയാണ് ഒരു സമൻസ് അയക്കുക, എങ്ങനെയാണ് ആ കേസ് നിൽക്കുക എന്നൊക്കെയുള്ള നിയമപ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. കേരളത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായി വലിയ ചർച്ച നടക്കുകയാണ്. പ്രസ്താവന യുദ്ധം നടക്കുകയാണ്. നേതാക്കൾ, UDF നേതാക്കൾ ഒന്നൊന്നായി ഇറങ്ങി വന്ന് പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അനിൽ അക്കരെ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് EDക്ക് കത്തയച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് വിവേക് കിരണിനെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അനിൽ അക്കരെയാണ് ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെയും ഇന്നും അദ്ദേഹം ഗൾഫിലാണ്. ഗൾഫിൽ വെച്ച് പോലും വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു, ഇതാ ഒത്തുകളിയാണ്, CPM-ഉം BJP-യും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് വിവേക് കിരണിനെ ചോദ്യം ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ ഒന്നൊന്നായി ഇറങ്ങി ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ലൈഫ് മിഷൻ കേസിലാണ് EDയുടെ സമൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാപകമായ പ്രചാരണം നടക്കുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിൽ സ്വപ്ന സുരേഷും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല. അത്രയ്ക്കും നല്ലത്. പക്ഷേ മലയാള മനോരമ മറുപടി പറയണം. മലയാള മനോരമയുടെ വാർത്ത ഏറ്റുപിടിച്ച് പ്രസ്താവനയുമായി രംഗത്ത് വന്ന കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയണം. ഇപ്പോൾ സത്യം പുറത്തു വന്നിരിക്കുന്നു.
എന്ന് വെച്ചാൽ ഇവിടെയും പരാജയപ്പെട്ടിരിക്കുന്നു മലയാള മനോരമയും UDF-ഉം. വലിയ തയ്യാറെടുപ്പോടെ കൊണ്ടുവന്ന കേസ് 2-3 ദിവസം കൊണ്ട് തന്നെ ഇല്ലാതായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നർത്ഥം. ഇവിടെയും വിജയിച്ചു നിൽക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. 2026 പിണറായി വിജയന്റേത് തന്നെയായിരിക്കും എന്ന് ഉറപ്പിക്കുന്ന മറ്റൊരു വിഷയമായി ഈ വാർത്തയും മാറിയിരിക്കുന്നു. വാർത്ത വന്ന ഉടനെ ചാടിയിറങ്ങിയ UDF-നേറ്റ BJP-ക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്.